ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ IAS അക്കാഡമി. എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കണോമിയാണ്. ഓക്കെ, സെക്ടേഴ്സ് ഓഫ് എക്കണോമിയിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് പ്രൈമറി സെക്ടറാണ്. അതായത് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രകൃതിയിൽ നിന്നും വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസുകൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സാധാരണയായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് രണ്ട് തരത്തിലുള്ള വിഭവങ്ങളാണല്ലോ, അല്ലെങ്കിൽ റിസോഴ്സുകളാണ്. ഓക്കെ, അത് ഒന്നെന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും രണ്ടെന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും. റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള കാർഷികവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഏർപ്പെടുന്നതൊക്കെ എന്താണ് നമ്മുടെ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സാണ്. ഓക്കെ, എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കോൾ മൈനുകൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. ഓക്കെ, സോ ഇപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. പ്രകൃതിയിൽ നിന്നും റിസോഴ്സസുകൾ വേർതിരിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സെക്ടേഴ്സ് ഓഫ് എക്കണോമിയിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യം തരും. ഓക്കെ, ഇന്ത്യ എന്ന രാജ്യം തന്നിട്ട് അതിൽ പ്രൈമറി സെക്ടറിൽ എത്ര ശതമാനം ആൾക്കാരാണ് ഏർപ്പെട്ടിരിക്കുന്നത്, സെക്കൻഡറി സെക്ടറിൽ എത്ര ശതമാനം ആൾക്കാരാണ് ഏർപ്പെട്ടിരിക്കുന്നത്, തേർഡായിട്ടുള്ള ടേർഷ്യറി മേഖലയിൽ എത്രയാണ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ മേഖലകളും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് എത്രമാത്രം ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതും നമുക്ക് എക്സാമിൻ്റെ പ്രിലിമിനറി ചോദ്യമായിട്ട് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പ്രൈമറി മേഖല നമുക്ക് എത്രമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എത്രമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് ഈ മൂന്ന് സെക്ടേഴ്സും പഠിച്ചിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും എത്ര ശതമാനം ആൾക്കാർ ഈ വിവിധ മേഖലകളിൽ തൊഴിൽ അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അത് ഇതിൻ്റെ മൂന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു ഉൽപ്പന്നങ്ങളായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടറാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറയുകയാണ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന ക്രൂഡ് ഓയിലൊക്കെ. ക്രൂഡ് ഓയിൽ എടുത്ത് ഡയറക്റ്റ് നമുക്ക് കാറിനകത്തോ അല്ലെങ്കിൽ അത് ഇന്ധനമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം അത് നമ്മൾ ഈ പറയുന്ന പെട്രോൾ റിഫൈനറികളിൽ അയച്ച് നമുക്ക് നമ്മുടെ ഈ പറയുന്ന കാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ധനമാക്കി മാറ്റണം. അതിനകത്ത് പെട്രോൾ റിഫൈനറിയും നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് സെക്കൻഡറി സെക്ടറായിട്ട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അലുമിനിയത്തിൽ നിന്നും കാറുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഫാക്ടറികളെ നമുക്ക് എന്തെന്ന് പറയാം, സെക്കൻഡറി സെക്ടറായിട്ട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസ്, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, സെക്കൻഡറി സെക്ടറായിട്ട് പറയാം. ഓക്കെ, സോ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൈമറി സെക്ടറിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് വസ്തുക്കളായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറിങ് സെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നതാണ് ടേർഷ്യറി സെക്ടർ. ഈ ടേർഷ്യറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, അതിന് നമ്മൾ സർവീസ് സെക്ടർ എന്നും കൂടി വിളിക്കും. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ നൽകുക. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു റീറ്റെയിലർ ഷോപ്പിൽ പോവുകയാണ്. ഓക്കെ, ആ റീറ്റെയിലർ ഷോപ്പ് അവരും നമുക്ക് നൽകുന്ന സേവനങ്ങളാണ്. ഈവൻ ഒരു ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്തൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു സേവനമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ലഭിക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പറയുകയാണെങ്കിൽ ഇപ്പോൾ വികസിത രാജ്യങ്ങൾ, അതായത് ഡെവലപ്ഡ് നേഷൻസിൽ അവരുടെ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും, ഈ പറയുന്ന ടേർഷ്യറി സെക്ടറിൽ നിന്നുമായിരിക്കും. എന്നാൽ ഡെവലപ്പിംഗ് നേഷൻസിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും, അഗ്രികൾച്ചറിലുമായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് പിന്നീടുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് നോളജ് സെക്ടറും ക്യൂനറി സെക്ടറുമാണ്. നോളജ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ള വസ്തുക്കളൊക്കെ അതിന് കാലാനുസൃതമായിട്ടുള്ള നവീകരണങ്ങൾ വേണ്ടി വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോളജ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടുള്ളതാണ് ക്യൂനറി സെക്ടർ. ക്യൂനറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യൂനറി സെക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം പ്രൈമറി സെക്ടർ ഏകദേശം 21.82% ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി സെക്ടർ വരുമ്പോഴത്തേക്കും ഏകദേശം 24.29 വരികയും ടേർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 53.
8-9% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എത്ര ശതമാനം ആൾക്കാർ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ എക്സാമിന് മുന്നേ ഈ പറയുന്നത് പോലെ നിങ്ങൾ നെറ്റിൽ നോക്കി അത് കറക്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ശരി. കാരണം അത് വർഷങ്ങൾക്കനുസരിച്ച് ചേഞ്ച് വരുന്ന ഒന്നാണ്. ഓക്കെ, സോ നിങ്ങൾ ഏത് വർഷമാണോ എക്സാം എഴുതുന്നത് അതിന് മുമ്പുള്ള അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കണക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഞാൻ പറയുന്ന കണക്ക് ഡെഫിനറ്റ്ലി അത് അടുത്ത വർഷം വരുന്ന സമയത്ത് ചേഞ്ച് ആവും. ഓക്കെ, പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടർ അത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നും എത്ര വർക്ക് ഫോഴ്സ് അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക. അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.